ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ V4 മല്ലു. ഇന്ന് നമ്മളൊരു പ്രോൺസ് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു 30 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് ഉപ്പിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു 5 മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് കണക്കായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് മസാല പുരട്ടി ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള, 1/2 ക്യാപ്സിക്കം, 1/2 ക്യാരറ്റ്, പിന്നെ ഒരു 4-5 ബീൻസ്. ഇത്രയും നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോൺസിലേക്കാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വെളുത്തുള്ളി നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വച്ചേക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ എണ്ണയിൽ കിടന്ന് മൂക്കുന്നതിൻ്റെ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെടുത്ത് വച്ചേക്കുന്ന ബീൻസ്, പിന്നെ അടുത്തതായിട്ട് ഒണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കഴിയും. ഇനി നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നടുക്കൊരു ചെറിയ സ്പേസ് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നടുക്ക് വേറൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നല്ല ഒരു ചില്ലി സോസിൻ്റെ ഒരു ചെറിയ എമൗണ്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നേരത്തെ ചിക്കി മാറ്റി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസാണ്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ ആ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഇതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. നമുക്ക് കുറച്ച് പുളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതായിട്ട് ഈക്വലി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പ്രോൺസ് എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.